ഹായ് കൂട്ടുകാരെ, അങ്ങനെ ഞാനും അമ്മയും ഇതാ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് തൃശ്ശൂർ പാവറട്ടി ചിറ്റാട്ടുകര പള്ളിയിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യം തന്നെ കണ്ട ആൾ ഇതാണ്, മാതാവിനെയാണ്. മാതാവിൻ്റെ ആ സ്റ്റാച്ചു കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ആയിരുന്നു കേട്ടോ. ഇതുപോലെ ഒന്നല്ല, നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഇവിടെ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് യൂണിറ്റും ക്ലബ്ബും അതിൻ്റെയൊക്കെ ആയിട്ട് കുറച്ച് പുൽക്കൂടിൻ്റെയൊക്കെ കോമ്പറ്റീഷനും പിന്നെ കുട്ടികളുടെയൊക്കെ ഈ കാറ്റിസം കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഒത്തിരി ക്രാഫ്റ്റ് കാര്യങ്ങൾ, ട്രീസും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇച്ചിരി ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ട് എന്നറിഞ്ഞു. തലേദിവസമായിരുന്നു, അതായത് ക്രിസ്മസിൻ്റെ അന്നായിരുന്നു ഈ പരിപാടികൾ. ഞങ്ങൾ അതിന് ശേഷമാണ്, പിറ്റത്തെ ദിവസമാണ് വന്നത്. അതുകൊണ്ട് ഇന്ന് അത്ര ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര പോസിറ്റീവായിരുന്നു ഇവിടെ വന്നപ്പോൾ. കാരണം ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ ദൈവവും നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു ഫീലായിരുന്നു ഈ സമയത്ത്. അങ്ങനെ ഞങ്ങൾ കുട്ടികളുടെ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ താഴെയാണ് ഈ പുൽക്കൂട്, യൂണിറ്റുകളുടെ പുൽക്കൂട് കോമ്പറ്റീഷൻ ഉള്ളത്. അപ്പോൾ അങ്ങനെ അതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ കാണാനായിട്ട് നിന്നതാണ്. സത്യത്തിൽ ഇത്തരം സമയങ്ങളിൽ മാത്രമാണ് നമുക്ക് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഓണം വന്നാൽ പൂക്കളം കാണാം, അതുപോലെയാണ് ക്രിസ്മസ് വന്നാലാണ് ഈ ഒരു പുൽക്കൂടും ആ ഒരു പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന സമയങ്ങൾ, ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ വരുമ്പോഴാണ്. ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ, ഇങ്ങനെ യൂണിറ്റുകളാണെങ്കിൽ ഇത്തരം പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ അതിനായിട്ട് ഇവർ ഒരുങ്ങുന്ന ആ ഒരു മനസ്സൊരുക്കം ഉണ്ടല്ലോ, അതിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണെങ്കിലും അവർ ഇതിനായിട്ട് എത്ര ദിവസമായി എന്നറിയോ ക്രിസ്മസ് കൂട് തയ്യാറാക്കണം എന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ജോലി തിരക്കുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ അവരിതിനായിട്ട് ആ ഒരു സമയം മാറ്റി അപ്പോൾ ഇതുള്ളൂ, ഞങ്ങൾ തിരിച്ചു പോവുകയായി. ഇതാണ് ഒരു കവാടം, മെയിൻ എൻട്രൻസ് അപ്പുറത്താണ്. അപ്പോൾ ഓക്കെ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ഞാൻ ആശംസിക്കുകയാണ്, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വകയായിട്ട്. അപ്പോൾ താങ്ക് യു.